നമസ്കാരം. ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അടുത്ത സമയത്ത് കാണുകയുണ്ടായി. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ പ്രമുഖനായ പ്രവർത്തകനായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ SFIയുടെയും ആ കാലഘട്ടത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഓടി നടന്ന് പ്രവർത്തിച്ച, ഉശിരോടെ പ്രവർത്തിച്ച ആളാണ് അയാൾ. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാണ്. പക്ഷേ ഒരു ഓർമ്മ ഇപ്പോൾ അദ്ദേഹം കുറിച്ചിടുന്നു. അതെന്തുകൊണ്ടങ്ങനെ ഓർമ്മ കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിക്ക് പറ്റിയ സംഭവവും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന പല സംഭവങ്ങളും ഒക്കെ ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അല്ലെങ്കിൽ CPM എന്നുള്ള പാർട്ടി കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ എന്തുമാത്രം വിഡ്ഢികളാക്കുന്നു, കബളിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുന്നത്. ഈ ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ചരിത്ര ഗവേഷകൻ കൂടിയാണ്. പിന്നീട് അദ്ദേഹം അദ്ദേഹം ചരിത്ര ഗവേഷകനായിട്ട് മാറുകയും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് 1970 ജനുവരി 21 ഒരു വലിയ സംഭവം നടന്നു. CPM ആ കാലഘട്ടത്തിൽ CPM വൻ പ്രതിപക്ഷമാണ്. ഇവിടെ എപ്പോഴും സമരങ്ങളുടെ ഒരു വേലിയേറ്റമാണ്. തൊട്ടതിനും പിടിച്ചതിനും എതിർപ്പാണ്. ഏതും സമരമാണ്. സമരം എന്ന് പറഞ്ഞാൽ എല്ലാം അട്ടിമറി സമരങ്ങളുമാണ്. KSEB സമരം നടത്തിക്കഴിഞ്ഞാൽ, KSEB ജീവനക്കാർ സമരം നടത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും അവരെ സഹായിക്കാൻ ഇറങ്ങും. എന്നിട്ട് ഈ KSEBയുടെ ടവറുകളും അതുപോലെ ട്രാൻസ്ഫോമർ എല്ലാം തകർക്കും, എല്ലാം പൊട്ടിക്കും, എല്ലാം സ്ഫോടനത്തിന് വിധേയമാക്കും. അതായിരുന്നു അവരുടെ അട്ടിമറി സമരം. KSRTCക്കാർ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിക്കാർ ഇറങ്ങും അവരെ സഹായിക്കാൻ. KSRTCയെ വഴിയിലെല്ലാം തടയും, ടയർ കുത്തിക്കേറും, കണ്ണാടി എറിഞ്ഞുടയ്ക്കും, കത്തിക്കും വേണമെങ്കിൽ വാഹനങ്ങളെ. അതായിരുന്നു അവരുടെ സമരരീതി CPM-ന്റെ ഒരു കാലഘട്ടത്തിന്. അങ്ങനെ പരിപൂർണമായും അക്രമ സമരം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPM കേരളത്തിൽ. ഇപ്പോൾ അവർ ഭരണത്തിലിരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്നതും അത്തരത്തിലുള്ള സമരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതും, നിയന്ത്രിക്കുമ്പോൾ അത് വലിയ അപകടമായി മാറുകയും ചെയ്യുന്നതാണ്. കാരണം ചെയ്ത പാപങ്ങൾക്കെല്ലാം ഇപ്പോൾ CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ബാലകൃഷ്ണന്റെ ഒരു അഭിപ്രായം. അദ്ദേഹം ഒരു ചാവശ്ശേരി കേസുണ്ട്, അതായത് ചാവശ്ശേരി ബസ് കത്തിക്കൽ കേസ്. ഞാൻ പറഞ്ഞു 1970 ജനുവരി 21 ഈ സംഭവം നടക്കുന്നത്. അത് KSRTC സമരം നടക്കുകയാണ്. ആ KSRTC സമരം നടക്കുന്നതുകൊണ്ട് KSRTCക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് CPM-കാർ രംഗത്തിറങ്ങുന്നു. ഒരു വാഹനത്തെ, KSRTC ഓടിക്കൊണ്ടിരുന്ന വാഹനത്തെ, സമരം നടക്കുമ്പോൾ വണ്ടികൾ എടുക്കുന്നവരെല്ലാം കരിങ്കാരികളും അതുപോലെ തന്നെ കുലംകുത്തികളുമാണ് CPM-ന്റെ ഭാഷയിൽ. അതുകൊണ്ട് അവരെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ പാർട്ടി നയമാണ്, പാർട്ടി ശരിയാണ്. അതുകൊണ്ട് ഈ KSRTC ബസ്സിനെ ചാവശ്ശേരി എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അതിനെ പെട്രോൾ ഒഴിച്ച് CPM പ്രവർത്തകർ കത്തിക്കുന്നു. ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ അവിടെ വച്ച് തന്നെ പൊള്ളലേറ്റ് മരിക്കുന്നു. മറ്റ് 3 പേർ പൊള്ളലേറ്റവർ ആശുപത്രി കിടന്നിട്ട് ആ ആശുപത്രിയിൽ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അവരും മരിക്കുന്നു. അങ്ങനെ 4 പേർ CPM-ന്റെ ഈ അട്ടിമറി സമരത്തിന്റെ ഭാഗമായിട്ട് മരിക്കുന്നു. ഇതവിടെ വലിയ വിഷയമായി. ജനങ്ങളുടെ ഇടയിൽ CPM-നെതിരായിട്ടുള്ള വികാരം ഉയരാൻ തുടങ്ങി. അപ്പോൾ CPM ഒരു ചെറിയ വേല കാണിച്ചു. അതായത് ഈ 4 ആളുകൾ ബന്ധു മരിച്ചത് ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ട്, CPM-ന് പറ്റാത്തതുകൊണ്ട് അവരൊരു കള്ളപ്രചരണം നടത്തി. അതാണ് എപ്പോഴും CPM കള്ളപ്രചരണമാണ് നടത്തി. ഇപ്പോൾ CAA കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതും അതേ കള്ളപ്രചരണം തന്നെയാണ്. മുസ്ലിങ്ങളെ ഇതാ തകർക്കാൻ പോകുന്നു, നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുസ്ലിങ്ങൾക്ക് പരിപൂർണമായും നാശമാണ് ഉണ്ടാകാൻ പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ CAA-ക്കെതിരെ ഇപ്പോൾ CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം അതല്ല, യാഥാർത്ഥ്യം അതല്ല. ഇന്ത്യയിലുള്ള ഒരൊറ്റ മുസ്ലിങ്ങൾക്ക് പോലും ഒരു അപകടവും ഉണ്ടാകില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടും അതല്ല എന്ന് പറഞ്ഞ് കള്ളം പ്രചരിപ്പിക്കുകയാണ്. അത് പോട്ടെ, ഞാനത് സന്ദർഭവശാൽ അത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ ചാവശ്ശേരി അപകടത്തിൽ അവസാനം കോൺഗ്രസ്സുകാരായിരുന്നു ഈ വണ്ടികൾ കത്തിച്ചത് എന്ന് ഇവരൊരു പ്രചരണം നടത്തി ഭയങ്കരമായിട്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം കള്ളം പ്രചരിപ്പിക്കാൻ മിടുക്കന്മാരാണ്. അവരുടെ അണികൾ, നേതാക്കന്മാർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ
ഉടനെ തന്നെ അണികളതങ്ങ് വിശ്വസിക്കും. എന്നിട്ട് അതിനെ തന്നെ നേതാവ് പറഞ്ഞതിന് തന്നെ ശരിയാണെന്ന് ധരിച്ച് അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കും. മാത്രമല്ല ചെറിയ ചെറിയ ലഘുരേഖകളും ഇവർ അടിച്ചിറക്കിയിട്ട് കോൺഗ്രസ്സുകാർ വളഞ്ഞിരുന്നെന്നും CPM-ന്റെ KSRTC സമരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കോൺഗ്രസ് കള്ളപ്രചരണം നടത്തി, അവർ ഗൂഢാലോചന നടത്തി, KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി കത്തിച്ചവർ ഇന്ന നേതാക്കന്മാരാണ്, അവരുടെ അറിവോട് കൂടിയാണെന്നൊക്കെ അവര് ഈ ലഘുലേഖകൾ പുറപ്പെടുവിച്ചു. ഈ ലഘുലേഖകൾ വിശ്വസിച്ച് CPM നേതാവ് പറയുന്നതെല്ലാം വിശ്വസിച്ച ഒരാളാണ് ഈ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് ഈ ബാലകൃഷ്ണൻ. അദ്ദേഹം ഈ ബീഡി തൊഴിലാളികൾ ഉള്ള കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ ബീഡി തൊഴിലാളികളുടെ അടുത്ത് പോയിട്ട് ഈ ലഘുലേഖ വിതരണം ചെയ്യുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. നമ്മളല്ല കത്തിച്ചത്, നമ്മൾ മനുഷ്യ സ്നേഹികളാണ്, ഒരിക്കലും നമ്മൾ അങ്ങനെ സമരം ചെയ്യുമ്പോൾ ആൾക്കാര് മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിക്കില്ല. ഈ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ കോൺഗ്രസ്സുകാരാണ് വണ്ടി കത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ CPM-നെ വിശ്വസിക്കണം, CPM ഇത്തരം സമരങ്ങളിൽ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ബാലകൃഷ്ണനും അവിടെ പോയി പ്രസംഗിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് 1971 ഇദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. ഒരു നക്സൽ ആയിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്, അന്നത്തെ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഇവരെല്ലാം, അപ്പോൾ ഏതോ 1-2 നക്സലുകാരുടെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇയാളെ ജയിലിലടച്ചു. അങ്ങനെ ജയിലിലെത്തിച്ചപ്പോഴാണ് അവിടെ ചാവശ്ശേരി തടവുകാരുമായി അയാൾക്ക് ഇദ്ദേഹത്തിന് വളരെയധികം അടുപ്പ ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഇതാണ്: ജയിലിലെത്തിയപ്പോൾ ചാവശ്ശേരി തടവുകാരുമായി ഞാൻ നല്ല സൗഹൃദത്തിലായി. നോട്ടീസിലെ പ്രസ്താവന പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന ഞാൻ ചാവശ്ശേരി തടവുകാരോട് ചോദിച്ചു, കഷ്ടം, കള്ളക്കേസിലാണല്ലോ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അതായത് കോൺഗ്രസ്സുകാരാണല്ലോ ഈ വണ്ടി കത്തിച്ചത്, എന്നിട്ട് നിങ്ങളാണല്ലോ നമ്മളെ സഹാക്കളെ നിങ്ങളാണല്ലോ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, അപ്പോൾ നിങ്ങൾ കള്ളക്കേസിൽ പെട്ടതാണല്ലോ എന്ന് അവരോട് സഹതാപത്തോട് സംസാരിച്ചു. കോൺഗ്രസ് നിങ്ങൾക്കെതിരെ കള്ളക്കേസ് ചുമത്തിയല്ലേ? അപ്പോഴാണ് അവർ സത്യം പറഞ്ഞത്. അങ്ങനെയല്ല, അത് പാർട്ടി എടുത്ത ഒരു തന്ത്രമായിരുന്നു. അത്രയും ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സൂത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഷോക്ക് വലുതായിരുന്നു അത് കേട്ടപ്പോൾ. ഞാൻ പിന്നീട് പാർട്ടി നുണകൾ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഈ തന്ത്രം ഇപ്പോഴും ഓർത്തിരുന്നു. കുട്ടി സഖാക്കളിൽ ചിലരെങ്കിലും പാർട്ടി പ്രസ്ഥാനങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് മറ്റുള്ളവരോട് വാദിക്കാറുണ്ട്. ആത്മാർത്ഥമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നത് നന്ന്. പാർട്ടി ക്രൂരതകൾ ചെയ്യുകയും പിന്നീട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യും, നുണകൾ പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ജീവിതത്തിൽ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് എന്നാണ് ഈ ബാലകൃഷ്ണൻ കുറിപ്പിട്ടിരിക്കുന്നത്. മനസ്സിലാക്കുക സഖാക്കൾ, ഇപ്പോഴും CPM എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്നവന്മാർ, മനസ്സിലാക്കുക.